ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ. ആളുകൾ കടുവാ സാന്നിധ്യമുള്ള മേഖലയിലേക്ക് വരുന്നത് ഒഴിവാക്കണം. നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഹരിലാൽ പറയുന്നു. ചെയ്യണം, നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറണ്ട്ലി ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പോൾ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോംബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു റോഡും ആ സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം കടുവ കൊടുക്കുന്നത് വരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, നിലവിൽ ഈ കടുവ ഇവൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് വനംവകുപ്പിന് അറിവുണ്ടോ? അശ്മി, കടുവ എവിടെയാണ് എന്നുള്ള തെരച്ചിലാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ മേഖലയിൽ ഒരു ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് വരരുത്, ആവശ്യമില്ലാതെ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ കൂട് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഈ കടുവയെ മറ്റേതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ കഴിയില്ല. കാരണം അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് അവശ്യ നിലയിലാണ്. അതുകൊണ്ട് തന്നെ തുരത്താൻ കഴിയില്ല എന്നുള്ളത് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂട് വെച്ച് പിടികൂടി അതിനെ പരിശോധിച്ച ശേഷം ചികിത്സ നൽകണമെങ്കിൽ അതിനുള്ള നടപടി, അല്ല എങ്കിൽ ഉൾവനത്തിൽ തുറന്നു വിടുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ കൂടിനോട് ചേർന്നൊരു ചോലവനം പോലെ കുറച്ച് ഈ ചെടികളും കാട് പോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് കടുവയുള്ളതായി വനംവകുപ്പ് സംശയിക്കുന്നത്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെർമൽ സ്കാനിംഗ് നടത്തി. പക്ഷേ ഇന്നലെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്രമല്ല വനംവകുപ്പിന്റെ സംഘം ഈ മേഖലയിലേക്ക്, ഈ കാട്ടിലേക്ക്, ഈ കാടിനകത്തേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂൾ ഉൾപ്പെടെ ഉണ്ട്. ഈ മേഖലയിൽ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന് അവധിയാണ്. ഇന്ന് ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ നിന്ന് ഇല്ലാതാകുന്നത് വരെ ഈ സ്കൂളിന് അവധിയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്ക വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ തീറ്റയെടുക്കാൻ ഇര തേടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് വനംവകുപ്പ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു കേഴയുടെ കുഞ്ഞിനെ കടുവ പിടിച്ചതായിട്ട് സംശയിക്കുന്നുണ്ട്. പിന്നീട് അത് ഈ മേഖലയിലേക്ക് വന്നതായിട്ട് അറിവില്ല. ഒരുപക്ഷെ ഈ കൂട്ടിൽ ഈ ആടിനെ കെട്ടിയിട്ടുണ്ട്. ആടിനെ കെണിവെച്ചുകൊണ്ടുള്ള ഈ കൂടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരേണ്ടതായിരുന്നു. കാരണം ഇതിന് ചുറ്റുവട്ടത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം, ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം, മാത്രമല്ല ഇപ്പോൾ കൂടുതൽ വനംവകുപ്പിന്റെ സംഘം ഈ പ്രദേശത്ത് നേരിട്ടിറങ്ങി കടുവയുണ്ട് എന്ന് സംശയിക്കുന്ന പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കൂട്ടിൽ കടുവ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോഴും പറയുകയും ചെയ്യുന്നത്. കാശ്മീർ. രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കടുവ എവിടെ എന്നതിനെക്കുറിച്ച് വനംവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.